1958 ചൈനക്കാർ വലിയൊരു മണ്ടത്തരം കാണിച്ചു. അവർ കുരുവികളെ അവിടെ ക്രോപ്പൊക്കെ തിന്നുന്ന കീടമായിട്ട് പ്രഖ്യാപിച്ചിട്ട് അതിനെ കംപ്ലീറ്റ് ആയിട്ട് എലിമിനേറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ നാട്ടുകാരൊക്കെ കൂടി ചേർന്ന് ഈ കുരുവികളെ കൊന്നുകളയാണ്. അവിടെ കൂടുകൾ നശിപ്പിച്ച് കളഞ്ഞു, മുട്ട നശിപ്പിച്ച് കളഞ്ഞു. അങ്ങനെ പാത്രമൊക്കെ കൊട്ടി ശബ്ദം ഉണ്ടാക്കി ഇവരെ പറക്കാൻ അനുവദിക്കാതെ ഇതൊക്കെ തളർന്ന് വീണ് ചാകുകയാണ്. അതിനുശേഷമുള്ള 3 വർഷം ചൈന കണ്ടത് ഏറ്റവും വലിയ ക്ഷാമമാണ്. കാരണം ഈ കുരുവികൾ തിന്നിരുന്നത് ധാന്യങ്ങൾ മാത്രമല്ല, ഈ ക്രോപ്പിനെ നശിപ്പിക്കാൻ വരുന്ന കീടങ്ങളെ തിന്നുമായിരുന്നു, പ്രാണികളെ തിന്നുമായിരുന്നു. 2 കോടി ആൾക്കാരാണ് പട്ടിണി കൊണ്ട് ചൈനയിൽ മരിച്ചത്. അവർക്ക് മണ്ടത്തരം മനസ്സിലായിട്ട് പിന്നീട് റഷ്യയിൽ നിന്ന് ലക്ഷക്കണക്കിന് കുരുവികളെ ഇറക്കാണ്. നമ്മൾ നമ്മുടെ കുരുവികളെ, നമ്മുടെ പക്ഷികളെയൊക്കെ അത്ര ചെറുതായിട്ട് കാണരുത്. അവരില്ലെങ്കിൽ നമ്മളില്ല എന്ന് തന്നെ മനസ്സിലാക്കണം. ഇപ്പോൾ കടുത്ത ചൂടാണ്. ഇതിനെ അതിജീവിക്കാൻ നമുക്ക് പല സംവിധാനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ മിണ്ടാപ്രാണികൾക്കോ? അപ്പം നമ്മൾ അവർക്ക് വേണ്ടി വെള്ളം ഒരുക്കണം, കൂടൊരുക്കണം, തണലൊരുക്കണം. അത് വളരെ പ്രധാനപ്പെട്ടാണ് ദിവസങ്ങളിൽ. ഇന്നത്തെ ഗോസ്പലിൽ ഈശോനെ നോക്കി, ഈശോ കണ്ണുകൾ ഉയർത്തി നോക്കി എന്ന് പറയാം. കണ്ണുകൾ ഉയർത്തി നോക്കി. അപ്പോഴാണ് വലിയ ജനതയെ കാണുക, അവർക്ക് വിശക്കുന്ന കാര്യം മനസ്സിലാവുന്നത്. എന്ത് ചെയ്യണമെന്ന് ഈശോ നേരത്തെ മനസ്സിൽ കരുതിയിരുന്നു പറയാം. അങ്ങനൊരു കരുതൽ, അങ്ങനൊരു പ്ലാനിങ് ഈശോയ്ക്ക് എന്നും ഉണ്ടായിരുന്നു. ഈശോ നമ്മുടെ ആവശ്യപ്പെടുന്ന അങ്ങനൊരു പ്ലാനിങ് തന്നെയാണ്. ഈ ലോകത്തുള്ള എല്ലാ വിശപ്പിനോടും നമുക്കൊരു കരുതലുണ്ടാവണം. പ്രത്യേകിച്ച് ഈ ചുട്ടുപൊള്ളുന്ന കാലത്ത് നമ്മുടെ മിണ്ടാപ്രാണികളെ നമുക്ക് നോക്കാം.